സ്റ്റാർട്ട് ചെയ്താലോ? ആ ഓക്കെ, നല്ല കാര്യം. നമുക്ക് കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം ആദ്യം. ഒരു 2-3 മിനിറ്റ്സ്. കഴിഞ്ഞ തവണ ക്ലാസ് കേട്ടവരല്ലേ എല്ലാവരും? എന്താണ് PCOD എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം നല്ല വ്യക്തമായിട്ടൊരു അറിവുണ്ടല്ലോ. എന്താണ് PCOD എന്നുള്ളത് അറിയാമല്ലോ? അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് നമ്മുടെ പത്തോളജി ഞാൻ പറയുന്നില്ല. എന്തായാലും ഇൻസുലിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരത്തിൽ. അതാണ് പ്രധാന പ്രശ്നം. ഇൻസുലിന് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പറ്റുന്ന ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അതുകൊണ്ട് തന്നെ വയറ് ചാടുന്നു, സെൻട്രൽ ഒബീസിറ്റി വരുന്നു, അല്ലേ? അങ്ങനെയുള്ള മെറ്റബോളിക് സിൻഡ്രോം അല്ല. അപ്പം വയറ് ചാടുന്നു, കഴുത്തിൽ കറുപ്പ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, പ്രഷറിനുള്ള സാധ്യത, ഷുഗറിനുള്ള സാധ്യത, അങ്ങനെയുള്ള മെറ്റബോളിക് സിൻഡ്രോംസ് എല്ലാം ഉള്ള ഒരു കാര്യം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ക്ലിയറായി കേൾക്കാം. ഓക്കെ, മെറ്റബോളിക് സിൻഡ്രോംസ് എല്ലാം ഉള്ള ഒരു ഭാഗം നമ്മളത് പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നങ്ങളാണ് പീരീഡിൻ്റെ പ്രശ്നങ്ങൾ. പീരീഡ് തെറ്റി വരാം, പീരീഡ് കുറച്ച് ദിവസങ്ങൾ 21 ദിവസത്തിൽ താഴെ നിൽക്കാം, 35 ദിവസത്തിന് മുകളിൽ പോവാം. ഇതൊക്കെ പീരീഡിൻ്റെ തെറ്റായുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ അൾട്രാസൗണ്ടിൽ PCOD, അതും സാധാ ചുമ്മാ PCOD എന്ന് എഴുതിയാൽ പോലെ നമ്മൾ പറഞ്ഞു ഇത്രമാത്രം ഫോളിക്കിൾ വേണം, അല്ലെങ്കിൽ ഓവറിയുടെ വോളിയം ഇതിൽ കൂടുതലാവുമ്പോഴാണ് അൾട്രാസൗണ്ടിൽ PCOD എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ വരികയാണ്. ഈ 3-ൽ 2 എങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ PCOD എന്ന് പറയുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ PCOD ഡയഗ്നോസിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം PCOD ഉണ്ടോ ഇല്ലയോ എന്നറിയാം. ഇനി നമുക്കത് എങ്ങനെ മാറ്റാം എന്ന് പറയാം. എങ്ങനെ മാറ്റുന്നതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പേഷ്യൻറ്റിനെ നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവർ വരുമ്പോഴത്തേക്ക് തന്നെ ഇവർ ഭയങ്കര വിഷമിച്ചു. എനിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. 19 വയസ്സുള്ളൊരു കുട്ടിയാണ് വന്നത്. ആ കുട്ടി ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, എന്നാലും ആ കുട്ടി കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്താണ് വന്നത്. മാസ്ക് മാത്രം ഇട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ, അല്ലാതെ എന്താണ് ആരും മാസ്ക് ഇട്ടുന്നില്ല. പക്ഷെ ഈ കുട്ടി മാത്രം മാസ്ക് ഇട്ടേക്കുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചേ ഒന്ന് മാസ്ക് മാറ്റടേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ കുട്ടി മാസ്ക് വളരെ വൈമുഖ്യത്തോടെ മാറ്റിയപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? നല്ല ഹെയർ ഗ്രോത്ത്, നല്ല ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. അത് പുള്ളിക്കാരത്തി അങ്ങ് ഡെസ്പാക്കിയിരിക്കുക. അപ്പം അമ്മ പറയുക ഇവളെപ്പോഴും ഈ മാസ്ക് ഇട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ, അത് ഒരു മാസ്ക് അനുഗ്രഹമായെന്നുള്ള ഒരു രീതിയിൽ. അപ്പം അതാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതൊരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ, ഒരു 16-17 വയസ്സിൽ ഒരു നല്ല രോമ വളർച്ച ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ അവൻ്റെ പിള്ളേർ കളിയാക്കുക, ഫ്രണ്ട്സ് കളിയാക്കുക, വണ്ണം വെക്കുക, അല്ലേ? വണ്ണം വെച്ച് ഒരു 95 കിലോ ഉള്ള കുട്ടികൾ വരും. അപ്പം ഒരു നല്ല BMI ഒരു 30-ന് മുകളിലൊക്കെ ഉള്ള കുട്ടികൾ. അപ്പം അവരുടെ ബോഡി ഷെയ്മിങ് നടത്തുക, അവർക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത വരിക. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷം. ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു 20-23 വയസ്സായി കഴിഞ്ഞാലോ അവരുടെ കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ എന്തോ പ്രശ്നം, ഈ വണ്ണം കാരണം അവർക്ക് ഈ കല്യാണാലോചനകളിൽ പ്രശ്നം വരിക. ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ, കുട്ടിയായില്ലെങ്കിലോ, ഈ ആദ്യം പറയുന്ന മദറിനിലോ മിക്ക ഫാമിലി, ഞാൻ അവരെ കുറ്റം പറയല്ല, എന്നാലും പറയുന്നത് അവൾക്ക് പീരീഡ് ഒന്നും വരാത്ത കുട്ടിയാണ് കിട്ടിയേക്കുന്നത്, അവൾക്ക് മാസക്കുള്ളി ചിലപ്പോൾ 3 മാസമൊക്കെ കൂടുമ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ അവൾക്ക് വല്ലപ്പോഴേ വരത്തുള്ളൂ. അപ്പം അത് തന്നെ അല്ലേ ആ കുട്ടിയെ സംബന്ധിച്ചോളം അതൊക്കെ ഒരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു വിഷമം. അവിടെയാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഒന്ന് പറയുക, ഇത് നമ്മൾ ആ ഒരു ട്രസ്റ്റ് നേടിയ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ആ ഒരു ട്രസ്റ്റ് നേടിയെടുക്കുക. ഇത് കുഴപ്പമില്ല, നമുക്ക് മാറ്റാം എന്നുള്ളൊരു ട്രസ്റ്റ് നേടിയെടുക്കുക. എന്നിട്ട് പിന്നെ ഇച്ചിരി ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഒരു ഭർത്താവ് നീ തടിച്ചയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പം എനിക്ക് പക്ഷെ പറയാൻ പറ്റും, വണ്ണം കുറയ്ക്കണം എന്നെനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു അമ്മ പറയുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് പറയുമ്പോഴോ അതിലൊരു വിഷമം വരും. ഈ രോമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ. അപ്പം നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക.
അപ്പോൾ ആ ഹസ്ബൻഡിനും അമ്മയും ആ കുടുംബത്തിലുള്ളവരാണ് ഇത് ആദ്യം അറിയേണ്ടത്. PCOD എന്താണ്. ഇവർക്ക് ചിലപ്പം ഇപ്പം വേറെ ജനിതക കാരണങ്ങളായിരിക്കും ഈ അസുഖം വന്നത്. അവർ കഴിച്ചിട്ടുണ്ടാക്കിയതായിരിക്കും, അവരൊന്നും കഴിക്കത്തില്ലായിരിക്കും, അല്ലാതെ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാത്ത കൂട്ടായിരിക്കും, എന്നാലും PCOD വന്നായിരിക്കാം. അപ്പം നമ്മൾ അവരെ ഒരു കുത്തുവാക്കുകളൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം വീട്ടിൽ അമ്മയും ഹസ്ബൻഡും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇപ്പൊ കുട്ടികളാണെങ്കിൽ 17-18 വയസ്സെന്ന് പറഞ്ഞാൽ അവരുടെ മെന്റൽ, നിങ്ങൾക്ക് മാനസിക നില നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ വിഷമവും ദേഷ്യവും ഒക്കെ വരും. അപ്പോൾ എന്ത് വേണം, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക. എന്താണ് മോളെ കുഴപ്പമില്ല, നമുക്ക് മാറ്റാം, നമുക്ക് ഡോക്ടറെ കാണാം. ഹസ്ബൻഡ് ആണെങ്കിൽ കുഴപ്പമില്ലടേ, അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതല്ലേ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഇനി ജിമ്മിൽ പോവാം, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജിമ്മിൽ പോവാം. അങ്ങനെയുള്ള വാക്കുകൾ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആ കുട്ടിക്ക് കൊടുക്കുക. ഒന്നായി. രണ്ടാമത്തേതിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അല്ലേ? എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം നമ്മുടെ ഡയറ്റും എക്സസൈസും. ഇപ്പം നമ്മൾ കുറെ സ്റ്റഡീസും, ഇപ്പം ഞാൻ ഈ പറയുന്ന PCOD കുറിച്ച് പറയുന്ന എല്ലാം ഈ 2023 ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാലും ആ സ്റ്റഡീസിനൊക്കെ അവർ വളരെ പ്രാധാന്യം ഡയറ്റിനും എക്സസൈസിനും കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ കേരളത്തിലൊരവസ്ഥ, കേരളത്തിലൊരവസ്ഥയിൽ നമ്മൾ അതിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പുറത്തുള്ള രാജ്യങ്ങൾക്ക് അവരിലുള്ള ജനറൽ പോപ്പുലേഷനിൽ അവർ എക്സസൈസ് ഒക്കെ നോർമലി ചെയ്യുന്ന കാര്യമാണ്. അവർ കളിക്കാൻ പോകുന്നതും അവർ എല്ലാ ദിവസവും സ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും ഒക്കെ നോർമലി അവരുടെ ജീവിതചര്യയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയാണോ? നമ്മുടെ കേരളത്തിൽ അത് തീരെ ഇല്ലാത്ത, അത് നമ്മൾ ഒരു ചെറിയ പ്രായം തൊട്ട് ശ്രദ്ധിച്ചാൽ മതി. എക്സസൈസിന് കളിക്കാൻ ഒരു കുട്ടി കളിക്കുമ്പോൾ നമ്മൾ വഴക്ക് പറയുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സ്പോർട്സിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അങ്ങോട്ട് ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസിൽ ബിൽഡ് ചെയ്യാനുള്ള സംഭവമാണ്, അല്ലാതെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്ത് തരുന്ന ഒരു സ്ഥലമാണെന്നുള്ളൊരു തോന്നൽ പലർക്കും ഇല്ല. അപ്പം ജിമ്മിൽ പോകണമെന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ നമ്മൾ വഴക്ക് പറയുക ചെയ്യുന്നത്. അപ്പം ആ ഒരു മെൻ്റൽ ഇത് മാറ്റണം. അപ്പം കുട്ടികൾ കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരെ കളിക്കാൻ വിടുക. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പം ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പം, ഒരു രാജ്യത്ത് ചെന്നപ്പം അവിടെ കുട്ടികൾക്ക് അവർക്ക് 3 സ്പോർട്സ് ആക്ടിവിറ്റീസ് അവർ മേജറായിട്ട് എടുത്തിരിക്കണം. ആ 3 സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കുകയും വേണം. നാളെ ഫൈനൽ ഇയർ എക്സാം ആണ്, MBBS ഫൈനൽ ഇയർ എക്സാം ആണെങ്കിലും തലേന്ന് കളിക്കാതെ, അതായത് 4 to 7 കളിക്കാതെ അവർ പോകാൻ പറ്റില്ല. അവർക്ക് അറ്റൻഡൻസ് ഉണ്ട്. നമ്മുടെ ഏത് കോളേജിലുണ്ട് സ്പോർട്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോൾ സ്പോർട്സിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത ഒരു സ്ഥലം. ആരോഗ്യത്തിന് ഏറ്റവും ലാസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളുടെ മരുന്ന് കഴിക്കുന്നതല്ലല്ലോ ആരോഗ്യം, ഞാൻ പറയുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള അവസ്ഥയിൽ ഏറ്റവും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ എക്സസൈസിൻ്റെ കുറവ് പറഞ്ഞു. 2 ഭക്ഷണം. നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്തോ അരിയാഹാരമാണ് അല്ലേ? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള അരി സംബന്ധമായുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ. അത് ദോശ ആയിക്കോട്ടെ, ഇഡലി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, കഞ്ഞി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ചീനി ആയിക്കോട്ടെ, എന്തെടുത്താലും, അല്ലെങ്കിൽ മൈദ, പൊറോട്ട, നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ്. അപ്പോൾ ഏതെടുത്താലും അപ്പം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണക്രമം. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണക്രമവും വ്യായാമക്കുറവും വരുമ്പം ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ അല്ല കേരളത്തിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പിന്നെ കുറച്ചും കൂടെ അവർ ഗോതമ്പും ഒക്കെയാണ്, അവർ കുറച്ചും കൂടെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മളിവിടുത്തെ അത്രയും നോൺ വെജും അരിയും കഴിക്കുന്ന ആൾക്കാരല്ല അവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് കേരളത്തിൽ സൗത്തിൽ ഈ PCODയുടെ പ്രിവാലൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൂടി വരുന്നത്? ഈ ഭക്ഷണത്തിൽ നിന്നും ഈ വ്യായാമക്കുറവിൽ നിന്നുമാണ് വരുന്നത്. മനസ്സിലായി? ഇപ്പൊ പുറത്തൊരു അമേരിക്കയിൽ അത്രയും വലിയൊരു പ്രശ്നം വരില്ല, കാരണം അവരെല്ലാ ദിവസവും എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ PCOD ചിലപ്പോൾ ജനറ്റിക് കാര്യങ്ങളായിരിക്കും, അപ്പോൾ അവർ മരുന്നായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡയറ്റിനും എക്സസൈസിനും തന്നെയാണ്. അതുകൊണ്ടാണ് PCOD ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി പേഷ്യന്റ് വരുവാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾ ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഞാൻ പറയുന്നത്. ശരി, അപ്പൊ എന്ത് ഡയറ്റാണ്? അപ്പൊ ഞാൻ അതിന്റെ പ്രാധാന്യം പറഞ്ഞു. എന്ത് ഡയറ്റ് കഴിക്കണം പറ? എന്ത് ഡയറ്റാണ് ഏറ്റവും നല്ലത്? നിങ്ങളൊന്ന് കുറച്ച് കമന്റ് ചെയ്യും. ഞാൻ ഒന്ന് എന്ത് ഡയറ്റാണ് കഴിക്കണ്ടേ? ഏത് ഭക്ഷണമാണ് കഴിക്കണ്ടേ? ആരെങ്കിലും ഒരു 5 സജഷൻ തായോ? ഡയറ്റിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏത്? കുറേ ഉണ്ടല്ലോ, എന്നാലും ഒരു 5 ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും നല്ലത് PCOD മാറ്റാൻ. കമന്റ് വരട്ടെ. ഞാൻ ഒരു 5 ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഗോതമ്പ്,
ഗോതമ്പ് വന്നു, വെജിറ്റബിൾസ് വന്നു. ചോറ് കുറയ്ക്കുക, വളരെ കറക്റ്റാണ്. വെജിറ്റബിൾ സലാഡ്. മില്ലറ്റ്സ്, വളരെ കറക്റ്റാണ്, മില്ലറ്റ്സ്. ഇനി ഓക്കെ, രാഗി, ഫ്രൂട്ട്സ്, ഓട്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മില്ലറ്റ്സ്, രാഗി, ഓട്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഒരു ഐഡിയ കിട്ടി അല്ലേ? എല്ലാവരും കൂടുതൽ ആൾക്കാരും വെജിറ്റബിൾസ് ആണ്. നമുക്ക് ഒരു ഭക്ഷണത്തിനെ നമുക്കൊരു 4 തിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലേ? ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. നമുക്ക് 4 നമുക്ക് ഇതിനെ തിരിക്കാം. ഇതിൽ കാർബോഹൈഡ്രേറ്റ് വരുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. അപ്പോൾ അത് ചോറായിക്കോട്ടെ, അരിയാഹാരം ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ. ഗോതമ്പിൽ കുറച്ചും കൂടെ ഫൈബർ ഉണ്ട്, പക്ഷെ അതും പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് തരുന്നത്. അപ്പം ഞാനിന്ന് ചോറ് കഴിക്കുന്നില്ല, പകരം 4-5 ചപ്പാത്തി കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം കാർബോഹൈഡ്രേറ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പം കാർബോഹൈഡ്രേറ്റ് വരുന്ന ഗോതമ്പായിക്കോട്ടെ. ഈ ഓട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓട്സ് കുറേ പേര് പറഞ്ഞുകൊണ്ട് പറയാം. ഓട്സ് നമ്മൾ കൂടുതൽ വേവിച്ച് കഴിയുമ്പോൾ, ഓട്സിൽ ഫൈബർ ഉള്ള ഒരു സംഭവമാണ്, പക്ഷെ അതിന്റെ മെയിൻ കമ്പോണന്റ് കാർബോഹൈഡ്രേറ്റാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ചിലവർ ഞാൻ ഓട്സ് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, നിങ്ങൾ സിനമൺ വാട്ടർ, ഒരാൾ പറഞ്ഞു. എനിക്ക് അതൊക്കെ എത്രമാത്രം ഫലവത്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഓട്സ് കൂടുതൽ വേവിക്കുമ്പം അവിടുന്ന് കാർബോഹൈഡ്രേറ്റ് ആണ് റിലീസ് ആവുന്നത്, പിന്നെ ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അധികം വേവിക്കാതെ ഒരു പകുതി കുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം കുക്ക് ചെയ്ത ഓട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അധികം കുക്ക് ചെയ്യരുത്. അപ്പോൾ ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങളെല്ലാം കുറയ്ക്കുക. അതാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ എല്ലാം കുറയ്ക്കുന്നു. ഓക്കെ, നമ്മുടെ ഡയറ്റിൽ നിന്ന് അത് ഏത് പ്രായത്തിനനുസരിച്ചിരിക്കും നമ്മൾ ഭക്ഷണം. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളൊരു 95 കിലോ ഉള്ള ഒരാൾ, BMI 35 മുകളിൽ എൻ്റെ അടുത്ത് വരികയാണോ? നിങ്ങളൊരു BMI 30 ഒരാളാണോ, 25 അത് നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ തരുന്നിരിക്കും അല്ലേ? BMI എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് അല്ലേ? ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ എന്നാണ്. വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ് നമുക്ക് BMI കിട്ടുന്നത്. അപ്പം വെയിറ്റ് 80 ആണ്, ഹൈറ്റ് 160 സെന്റിമീറ്റർ ആണെങ്കിൽ വെയിറ്റ് 80 ഡിവൈഡ് ബൈ 160 1.6 സ്ക്വയർ ആണ് നിങ്ങളുടെ BMI എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ BMI കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ഉണ്ടെന്നൊന്ന് നോക്കുക. എല്ലാവരും ഒന്ന് നോക്കണേ. വെയിറ്റ് ബൈ കിലോഗ്രാമിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഹൈറ്റിൻ്റെ സെൻറ്റിമീറ്റർ അല്ല മീറ്റർ സ്ക്വയർ. അപ്പം 160 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1.6, 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1.5 സ്ക്വയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ BMI എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ തന്നെ ഇതിൽ BMI ജസ്റ്റ് ഒന്ന് ഇട്ടേക്കണേ, സൈഡിൽ കൂടെ ഇട്ടേക്കട്ടെ. നമ്മുടെ ഒരു ആവറേജ് കേരളത്തിൽ ഇപ്പം തന്നെ ഇതിൽ 100+ ഇല്ലേ? അപ്പോൾ ഇതിൽ ഒരു ആവറേജ് കേരളത്തിലെ ഒരു BMI എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കൊച്ചുകുട്ടില്ല, എല്ലാവരും വരുന്ന ഒരു 30 വയസ്സ് 35 വയസ്സ് താഴെയുള്ളവരായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ അവരുടെ BMI എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പം ഒരു 35 BMI ഉള്ള ഒരാൾ ഒരിക്കലും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കഴിവതും ഒഴിവാക്കാൻ പറയും. കുറച്ച് പോലും കഴിക്കണ്ട, ചോറ് കഴിക്കുക വേണ്ട. എന്നാൽ അതേസമയം 24 BMI ഉള്ളവർക്ക് ഞാൻ പറയും കുറച്ച് കഴിക്കാം, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ഓക്കെ, അപ്പം അത് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, ഗോതമ്പ്, ഓട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കഴിവതും കുറയ്ക്കുക. പിന്നെ രാഗിക്കൊക്കെ കൂടുതൽ ഫൈബറാണ് ഉള്ളത്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ വിഭാഗം എന്തോ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ വിഭാഗം എന്തോ പ്രോട്ടീനാണ് വരുന്നത്. അപ്പോൾ പ്രോട്ടീനിൽ നമുക്ക് എന്ത് കഴിക്കാം? പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ പയറ് വരും, കടല വരും, ഇറച്ചി വരും. പയറ്, കടല, നമ്മൾ അതൊക്കെ ഈ ആണുങ്ങളും ഈ ഇൻഫെർട്ടിലിറ്റിക്ക് പ്രോട്ടീൻ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ തലേന്നൊക്കെ പയറൊക്കെ കുതിർത്ത് വെച്ച് മുളപ്പിച്ച പയറൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം സ്ത്രീകളാണെങ്കിൽ പയറ് കഴിക്കാം, കടല കഴിക്കാം, മുട്ട കഴിക്കാം, എഗ് വൈറ്റ് കഴിക്കാം, മഞ്ഞക്കരു കഴിക്കാവോ? മഞ്ഞക്കരു കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. മഞ്ഞക്കരുവൊക്കെ കഴിക്കാം. ദിവസം ഒരു മുട്ടയും ഒരു എഗ് യോക്കും മഞ്ഞക്കരുവും കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ നല്ലപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 വേണമെങ്കിൽ വൈറ്റ് കഴിക്കുക, മുട്ടയുടെ വെള്ള കഴിക്കുക, മഞ്ഞക്കരു ഒരെണ്ണം മാത്രം കഴിക്കുക. ഓക്കെ, അപ്പം മുട്ട വളരെ നല്ലതാണ്. ഇറച്ചി കഴിക്കാവോ? ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. ഇറച്ചി കഴിക്കാം, തെറ്റൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന അത്രയും ഹോർമോണൊന്നും കുത്തിവെച്ചിട്ടൊന്നും അല്ലേ. ആന്റിബയോട്ടിക്കാണ് കൊടുക്കുന്നുണ്ടായി അസുഖം വരാതിരിക്കാൻ. പക്ഷെ ഹോർമോണൊന്നും ഒരിക്കലും ഇവർക്ക് അങ്ങനെ അവർക്ക് മുതലാവത്തില്ല. ഈ ഹോർമോണൊക്കെ എത്ര രൂപയായിരുന്നു? ഒരു കോഴിക്ക് ഹോർമോൺ കുത്തിവെക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് മുതലാവുന്നത്? അപ്പം ബ്രോയിലർ കോഴി കഴിക്കാം. നാടൻ കോഴിയാണ് ഏറ്റവും നല്ലത്. നാടൻ കോഴി കിട്ടിയില്ലെങ്കിൽ ബ്രോയിലർ കോഴി കഴിക്കാം. പക്ഷേ എങ്ങനെയാണ് കോഴി കഴിക്കേണ്ടത്?
നിങ്ങൾ കടയിൽ പോയി ഡോക്ടർ പറഞ്ഞു കോഴി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ 65 അല്ലെങ്കിൽ ഒരു ഹാഫ് ചിക്കൻ ഫ്രൈ അങ്ങ് എടുക്കാൻ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിക്കൻ മേടിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് എണ്ണ കുറച്ച് ഉപയോഗിച്ച് കറി വെച്ച് അതിൽ 1-2 പീസ് കഴിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നല്ലൊരു പ്രോട്ടീൻ തന്നെയാണ്, ഫാറ്റ് കുറവുള്ള ഒരു പ്രോട്ടീൻ തന്നെയാണ് നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത്. ബീഫും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. റെഡ് മീറ്റ് എപ്പോഴും കുറയ്ക്കുന്നതാണ് PCODക്ക് നല്ലത്, വയറിനും നല്ലത്. അപ്പോൾ റെഡ് മീറ്റ് കുറയ്ക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചിക്കൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പ്രോട്ടീൻ അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ വേണ്ടത് എന്താ? വൈറ്റമിൻസാണ് വേണ്ടത്. വൈറ്റമിൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, പച്ചക്കറികൾ ധാരാളം കഴിക്കുക. പിന്നെ എന്താണ്, സലാഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് ഫൈബർ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും, നമ്മൾ നോർമൽ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാം. അധികം മധുരം വേണ്ടെന്നേ ഉള്ളൂ. അധികം മധുരം നല്ല തേനൂറും മാമ്പഴം കുറേ കഴിക്കേണ്ട, ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഫ്രൂട്ട്സ് വരണമെങ്കിൽ, പക്ഷേ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കരുത്. ഫ്രൂട്ട് ജ്യൂസ് ആഡഡ് ഷുഗേഴ്സ് ഉണ്ട്. നിങ്ങളൊരു ഒരു ഫ്രൂട്ടി എടുക്കുകയാണെങ്കിൽ ഫ്രൂട്ടിയിൽ ഓൾമോസ്റ്റ് 27 ഗ്രാമാണ് ആഡഡ് ഷുഗേഴ്സ്. അതായത് ഒരു 6.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഒരു ഫ്രൂട്ടിയിലുള്ളത്. ഒരു ചെറിയ ഫ്രൂട്ടിയിൽ, നമ്മുടെ ക്യാനിലല്ല, മറ്റേ പേപ്പർ ക്യാനിൽ കിട്ടുന്നത്. നിങ്ങളത് നിസ്സാരമാണെന്ന് ചോദിക്കുന്നത്. 6.5 ടീസ്പൂൺ ഒരു കുഞ്ഞിനൊരു ഫ്രൂട്ടി കൊടുക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച്, 6.5 ടീസ്പൂൺ ഷുഗറാണ് ആ കുഞ്ഞിനുള്ള വായിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അത് ഒരിക്കലും ക്യാൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് കഴിവതും ഒഴിവാക്കുക. നമുക്കല്ലാതെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം, ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു ഞാൻ പറയുന്നത്, ഒരു പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗം പ്രോട്ടീൻ വേണം. അത് പയറായിക്കോട്ടെ, കടലയായിക്കോട്ടെ, സ്വല്പം മീനായിക്കോട്ടെ, ഇറച്ചി ആയിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഭാഗം അത്. വേറൊരു ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ നല്ല ചുവന്ന അരിയുടെ ചോറ് വേണമെങ്കിൽ ഒരു ഭാഗം, പ്ലേറ്റിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ 2 ഭാഗം കൂടെ ഉണ്ട്. ആ 2 ഭാഗത്ത് നിന്നും വെജിറ്റബിൾ സലാഡ് അല്ലെങ്കിൽ അത് അവിയലായിക്കോട്ടെ, തോരനായിക്കോട്ടെ, നമ്മുടെ കുക്കുമ്പറൊക്കെ അരിഞ്ഞൊരു സൈഡിൽ വെക്കുക. പിന്നത്തെ ഒരു സൈഡിൽ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതാണ് ഒരു നല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഉച്ചയ്ക്ക് കഴിക്കാം. അതാണ് നല്ലൊരു പ്രോപ്പർ ഡയറ്റായിട്ട് ഞാൻ പറയുന്നത്. അപ്പം ചോറ് ഒഴിവാക്കണ്ട. പക്ഷെ ഒരു 35 BMI ഉള്ളതായിട്ട് ഞാൻ പറയാം, ആ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് വറുത്തത് ഒഴിവാക്കണം. നിങ്ങൾ ഒരു എന്താണ്, നമ്മുടെ പക്കാവട, മിച്ചർ, ചിപ്സ്, ജിലേബി, പപ്സ്, കട്ട്ലറ്റ്, അങ്ങനെയുള്ള മീൻ വറുത്തത്, ഇറച്ചി വറുത്തത്, ബീഫ് ഫ്രൈ, ഈ വറുത്ത സാധനങ്ങൾ നിങ്ങൾ കഴിവതും അറ്റ്ലീസ്റ്റ് നമ്മുടെ PCOD മാറി ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വരുന്നവരെങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുട്ടിയാവുന്നവരെങ്കിലും വറുത്ത സാധനങ്ങൾ വേണ്ടാന്നങ്ങ് ഉറപ്പുവരുത്തുക. വറുത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കൊരു ഭക്ഷണത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയോ? നിങ്ങൾ എന്തൊക്കെ നമ്മൾ കഴിക്കാം എന്നുള്ളത്. പക്ഷെ അപ്പം ഒരു 35 BMI ഉള്ള ഒരാൾക്ക് ഡെഫിസിറ്റ് വേണം. നമുക്ക് അത്രയും കഴിക്കാൻ പാടില്ല. അപ്പം നമ്മളൊരു 900 കലോറിയിൽ ഒരു 1000 കിലോ കലോറി കഴിച്ചാൽ മതി എന്ന് വെക്കണം. അപ്പോഴത്തേക്ക് എന്തോ ചെയ്യണം നമ്മൾ? ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അപ്പോഴത്തേക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ എത്ര കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 900 കിലോ കലോറി അല്ലെങ്കിൽ 1000, നിങ്ങൾ ഒരു കപ്പ് ഓഫ് റൈസ് കഴിച്ചു. അപ്പോൾ ഒരു കപ്പ് ഓഫ് റൈസ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ അടിച്ചാൽ മതി. അപ്പോഴേ കലോറി വരും. ഒരു പപ്സ് കഴിച്ച്, പപ്സിൽ എത്ര കിലോ കലോറി ഉണ്ടെന്ന് അപ്പോഴേ വരും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ എഴുതി വെക്കാൻ നോക്കുക. ഓക്കെ, ഇത്ര ഭക്ഷണം അപ്പോൾ ഇത്ര കലോറി ഞാൻ ഇന്ന ദിവസം കഴിക്കുന്നു. അപ്പോൾ നമുക്ക് അപ്പം ഡെഫിസിറ്റ് ഉണ്ടാകും. പക്ഷേ 23 BMI ഉള്ള ഒരാൾ അത്രയും കുറയ്ക്കേണ്ട ആവശ്യമില്ല. അയാൾ കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. പക്ഷെ 35 BMI ഉള്ളവർ തീർച്ചയായിട്ടും ഡെഫിസിറ്റ് ഡയറ്റ്, അതായത് എനർജി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഈ ഭക്ഷണത്തെ ഫിഷ് കഴിക്കാം. ഫിഷ് കഴിക്കാം, ഞാൻ പറഞ്ഞല്ലോ. മീൻ കഴിക്കാം. മീൻ വറുത്തതല്ല കഴിക്കേണ്ടത്. മീൻ കറി വെച്ചതാണ് കഴിക്കേണ്ടത്. അത് ഈ അധികം മുളകൊന്നും ഇടാതെ, മുളകൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ, എത്ര പേരാണെന്നോ ഈ അസിഡിറ്റിക്ക് ആയിട്ട് വരുന്നത്. അധികം മുളകൊന്നും ഉപയോഗിക്കാതെ സ്വല്പം പ്ലെയിൻ ആയിട്ടുള്ള കഴിക്കാൻ എടുക്കുമ്പോൾ വയറിനൊരു സുഖം തോന്നുന്ന രീതിയിൽ കറി വെച്ച ഭക്ഷണം തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് കഴിക്കാം, കുഴപ്പമില്ല. ഇനി ഭക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും, ഈ ഡയറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് കഴിയുമ്പോൾ നമുക്ക് ഇനി എക്സസൈസിലോട്ട് പോവാം. എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഭക്ഷണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, നമുക്ക് എക്സസൈസ് പറയാം, ഭക്ഷണത്തിനുള്ള സംശയങ്ങൾ പറയട്ടെ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ചീനി കഴിക്കാം. ചീനി കാർബോഹൈഡ്രേറ്റ് ആണ്, ഭയങ്കര കാർബോഹൈഡ്രേറ്റ് വേണ്ട. ഡോക്ടർ എനിക്ക് ഡെലിവറി കഴിഞ്ഞാൽ 5 മാസമായി പീരീഡ് ആയില്ല, അത് കുഴപ്പമില്ല, അതാണോ ഇപ്പം ചോദിക്കുന്നത്?
ഇപ്പൊ PCOD കുറിച്ച് പറഞ്ഞത് PCOD ആയിരിക്കാന്നില്ലേ, അത് കുഴപ്പമില്ല. നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ ഒരു എത്ര നാൾ വരെ ഒരു വർഷം വരെയൊക്കെ നമുക്ക് പീരീഡ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. പാല് കൊടുക്കുമ്പം ദൈവമായിട്ട് ഒരു അമ്മേനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് തേങ്ങ കൂടുതൽ ഉപയോഗിക്കാവോ. തേങ്ങ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊളസ്ട്രോൾ കണ്ടന്റ് വരുന്നതുകൊണ്ട് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. റേസിൻസ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 10-15 ഡേറ്റ്സ്, 10-15 പിസ്ത, 10-15 റേസിൻസ്, അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരു 10-15 എണ്ണം കഴിക്കാം. മിൽക്ക് ഐറ്റംസ് കഴിക്കാവോ. മിൽക്ക് ഐറ്റംസ് ഒരു 30+ ആയി കഴിഞ്ഞാൽ അധികം കഴിക്കാത്തതാണ് നല്ലത്. നമ്മുടെ ഡൈജഷൻ അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത്. റവ കഴിക്കാമോ, സ്വല്പം കഴിക്കാം. രാത്രി ഫുഡ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറയുന്ന എല്ലാതും രാത്രി ഫുഡ് കഴിവതും ഈ മറ്റേ BMI 35 ഉള്ളവരാണെങ്കിൽ ഞാൻ പറയും രാത്രി ഫുഡ് അങ്ങ് ഒഴിവാക്കുക, വേണ്ട രാത്രി ഫുഡ്. അല്ലാത്തവർ ഒരു 6 മണിയാകുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും, വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും, വെള്ളം ധാരാളം കുടിക്കുക, എന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, പിന്നെ 1 മണിക്കൂർ ശേഷം വീണ്ടും വെള്ളം കുടിക്കുക, അപ്പോൾ വിശപ്പങ്ങ് മാറും. എന്നിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് നിങ്ങൾ ഒരു നേരത്തെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. റൈസ് ഏതാണ് ബെറ്റർ? നമുക്ക് മറ്റേത് തന്നെ എന്താണ് കോട്ടഡ് ആയിട്ടുള്ള നമ്മളെ ചുവന്നരി തന്നെ അതിൻ്റെ പുറത്ത് എന്തോ നമ്മൾ പറയുന്നത്, ഞാൻ എന്തോ പറയുമല്ലോ, എന്തോ പറയുന്നത് അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞു. ഇല്ല അരി ഇല്ല, പുറത്തുള്ള കവറിങ് അധികം എടുക്കാത്ത അരി, കുത്തലരിയോ അങ്ങനെ എന്തോ ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളൊന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പഞ്ചസാര ഉപയോഗിക്കാവുന്ന അയാൾ പറഞ്ഞ ഇടിയാണ്. പഞ്ചസാര ഇല്ലേ നമ്മൾ ഇത്രയും പറഞ്ഞു. ആഡഡ് ഷുഗർ വേണ്ട, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ബേക്കറി സ്വീറ്റ്സ്, പേട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. പഴം കഴിക്കാവോ, പഴം കഴിക്കാം, അധികം പഴുക്കാത്ത പഴമാണ് നല്ലത്, എന്നാലും എൻ്റെ പ്രതി പഴം കഴിക്കാം, കുഴപ്പമില്ല. ചക്ക നല്ല ഷുഗറുള്ള ഫ്രൂട്ടാണ്, കുറച്ച് എല്ലാ ദിവസവും നിങ്ങളുടെ സീസണിന്റെ സമയത്ത് ചക്ക കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫ്രൂട്ട് അല്ലേ, ഫ്രൂട്ടിൽ നിന്നുള്ള ഷുഗർ അത്ര വിഷയമല്ല. കുത്തരി, കറക്റ്റ്, കുത്തരി, കറക്റ്റ്, താങ്ക് യു അനിത. കുത്തരി കഴിക്കാം. ചായ കുടിക്കാമോ ഷുഗർ ഇല്ലാതെ? ചായ കുഴപ്പമില്ല, ചായ ഒന്നും കുഴപ്പമില്ല. തവിടരി, കുത്തരി, തവിടരി, അതെ, അതാ അരിയാണ് ഏറ്റവും. കുത്തരി കിട്ടുമല്ലോ, അല്ലാതെ തന്നെ നമുക്ക് കടയിൽ കിട്ടുമല്ലോ. പിന്നെ എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല, എന്നാലും അരി മൊത്തത്തിലും കുറച്ചാൽ മതി, ആദ്യം നമ്മൾ കഴിക്കാതെ മൊത്തത്തിലും കുറച്ചാൽ മതി. തവിടുള്ള അരി, അതെ തവിടുള്ള അരിയാണ് ഉദ്ദേശിച്ചത്, കറക്റ്റാ ലക്ഷ്മി. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഇതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞാലോ. തേൻ കഴിക്കാമോ? 1 ടീസ്പൂൺ ഓഫ് തേനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. വയറിന്റെ കോട്ടിംഗ് ഒക്കെ 1 ടീസ്പൂൺ എല്ലാ ദിവസവും കഴിക്കുന്നത് കുഴപ്പമില്ല. ഫ്ലാക്സ്, ചിയ സീഡ്സ് ഒക്കെ നല്ലതാണ്, ഡെഫിനറ്റ്ലി ചിയ സീഡ്സ് ഒക്കെ നമുക്ക് ഡയറ്റിൽ ഉപയോഗിക്കാം. കുത്തരി ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ എക്സസൈസിലോട്ട് വരാം. ഇനി എക്സസൈസ് അതും ഡിപ്പെൻഡ് ആണ്. പോട്ടെ, അവന് ഇതിനെല്ലാം കറക്റ്റ് സമയം പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്യണം. അഡോളസെന്റ്, അതായത് 17-18 വയസ്സുള്ള കുട്ടികൾ എത്ര ചെയ്യണം, 35 വയസ്സുള്ള എത്ര. ഞാൻ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കൂല. നമുക്ക് വേണ്ടി എന്ത് പറയാം, ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിൽ ഒരു സ്പോർട്സ് ഐറ്റത്തിൽ ഇൻവോൾവ് ആവുക. ഒരു ബാഡ്മിൻ്റൺ ആണെങ്കിൽ ബാഡ്മിൻ്റൺ, സുംബ ആണെങ്കിൽ സുംബ, അല്ലാതെ എന്തെങ്കിലും സ്പോർട്ടായി ഫുട്ബോൾ കളിക്കുന്നതൊക്കെ പേഷ്യൻസ് എനിക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ കളിക്കുക. ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അത് ഓക്കെ, അത് അത്യാവശ്യം. അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുക. ഇപ്പം ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡാൻസ് അതിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുക. ജിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എയറോബിക് എക്സസൈസ് ഉണ്ട്, ത്രെഡ്മില്ലുണ്ട്, സൈക്ലിംഗ് ഉണ്ട്. അപ്പം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ അത്രയും നമ്മൾ മെയിൻ പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ. ചിയ സീഡ്സ് അല്ലാതെ തന്നെ കഴിക്കാമല്ലോ, അങ്ങനെ വേവിച്ച് കഴിക്കണ്ടോ, ചുമ്മാ പൊട്ടിച്ച് കഴിച്ചൂടെ. ഗ്രീൻ ടീ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ആൾക്കാർ പറയുന്നത് ഗ്രീൻ ടീ കുടിക്കരുതൊന്നുമില്ല, ധൈര്യമായിട്ട് കുടിക്കാം. എല്ലാ ദിവസവും കുടിക്കേണ്ട ആവശ്യമില്ല. കുടിച്ചെന്ന് പറഞ്ഞ് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, കുറച്ച് ആന്റി ഓക്സിഡൻസ് ഉണ്ടെന്നേ. നമ്മൾ എന്തോ പറഞ്ഞു തന്നെ നമ്മുടെ എക്സസൈസ്. അപ്പം ഒന്നെങ്കിൽ സ്പോർട്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡാൻസ്, അല്ലെങ്കിൽ സുംബ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ജിമ്മ്. എന്താ ഞാനിത് പറയാനുള്ള കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പം നമ്മൾ അതിലൊരു മടി കാണിക്കും, നമ്മൾ അധികം കറക്റ്റായിട്ട് ചെയ്യൂല. ഞാൻ ഈ പറയുന്ന ക്ലാസ് കേട്ടിട്ട് ശരി ഇന്ന് എൻ്റെ PCOD മാറ്റും എന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പം തന്നെ ചേട്ടാ എനിക്ക് ഇന്ന് തൊട്ട് ചോറ് വേണ്ട, അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് നടക്കാൻ പോകണം എന്നൊക്കെ ഇപ്പോഴങ്ങ് തീരുമാനിച്ച് വെച്ചേക്കായിരിക്കും. നോക്കണം 2 ദിവസമൊക്കെ ചെയ്യും, 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വടി പോവാം എഴുന്നേക്കടി എന്ന് പറയുമ്പോൾ ചേട്ടാ ഇന്ന് വേണ്ട ചേട്ടാ, ഇന്നൊരു മഴയുണ്ടെന്ന് പറയും. അപ്പം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്, അത് സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ട് നമ്മൾ എന്നാൽ ഒരു കാശ് കൊടുത്ത്, ഒരു 1500 രൂപ കൊടുത്ത് നമ്മളൊരു ജിമ്മിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണും, നമ്മുടെ കൂടെ പോകുന്നവരെങ്കിലും നമ്മളെ വിളിക്കും അല്ലേ. കളരിക്ക് അടിപൊളിയാണ്. കളരി എന്നെ കളിയാക്കിയതാണോ ഇനി യഥാർത്ഥത്തിൽ പറഞ്ഞാണോ? എന്തായാലും കളരിക്ക് പോകുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അതും വളരെ നല്ലത് കേട്ടോ. കളരി എന്നൊരാൾ കമന്റ് അടിച്ചോട്ടെ. ശരി, അപ്പം
ജിം അപ്പോഴത്തേക്ക് ജിമ്മിൽ പോവുക. അപ്പം ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകും, കൂടെ ആരെങ്കിലും കിട്ടും. ഒന്നും അല്ലെങ്കിൽ പോയില്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചു പുറത്തു. അല്ലെങ്കിൽ ജിം മാസ്റ്ററിന്റെ ചീത്ത വിളിക്കുന്ന ജിം മാസ്റ്റർ ആണെങ്കിൽ ഇനി അങ്ങേര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു വിഷമാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകും. അപ്പം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു റെഗുലാരിറ്റി ഉണ്ടാവും. എത്ര എക്സസൈസ് ചെയ്യണം? ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം ചെയ്യുക. 6 ദിവസമോ 7 ദിവസമോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 5 ദിവസമെങ്കിലും മിനിമം ചെയ്യണം. ഒരു ദിവസം എത്ര നേരം ചെയ്യാം? ഒരു 40 മുതൽ 60 മിനിറ്റ്, അതായത് ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എല്ലാ ദിവസവും ചെയ്യും. ചെയ്യുമ്പോൾ നല്ല വിയർക്കുന്ന അണയ്ക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അല്ലാതെ അവിടെ പോയി ഇങ്ങനെ അവിടെ ഉള്ളതായിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞ ഇന്നലെ എന്തുവാടി കഴിച്ചത്, എനിക്കിതായിരുന്നു, അല്ലെങ്കിൽ ഇന്നലത്തെ സീരിയലിൽ എന്തുവായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഫോട്ടോസിനെ കുറിച്ച് കമന്റും ചെയ്ത് അവിടെ നിൽക്കാനല്ല. അവിടെ പോയി എക്സസൈസ് ചെയ്യണം. നമുക്ക് മാറ്റണം, എനിക്ക് വെയിറ്റ് കുറയ്ക്കും എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നമ്മളിത് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എക്സസൈസ് ഇത് ചെയ്യാൻ പറഞ്ഞു. എത്ര നേരം എന്നുള്ളത് പറഞ്ഞു. വെയിറ്റ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണോ? യോഗ പ്രാക്ടീസ് ചെയ്താൽ മാറ്റം ഉണ്ടാവും, ഇല്ലേ? മാറ്റം ഉണ്ടാവും. പക്ഷെ യോഗ മാത്രം പോരാ, അതിന്റെ കൂടെ നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും വേണം, കാർഡിയാക് എക്സസൈസും വേണം. അപ്പം നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. അത് അല്ലാതെ തന്നെ നമ്മുടെ ഒരു പ്രായം 30+ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മളൊരു മസിൽ സ്ട്രെങ്തനിങ്, ചെറിയ വെയിറ്റ്സ് ഒക്കെ വെച്ചിട്ട് മസിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. PCOD കാട്ടി ഹെൽത്തിനും നല്ലതാണ്, PCODക്കും നല്ലതാണ്. അവർ ഈ പറഞ്ഞ 2023 ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട് ആഴ്ചയിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണമെന്ന്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. പിന്നെ നമ്മുടെ അല്ലാതെ കാർഡിയാക് എക്സസൈസ് വേണം, അതായത് എയറോബിക് എക്സസൈസ് വേണം. അപ്പോൾ ഡോക്ടറെ എനിക്ക് വീട്ടിൽ നല്ല പണിയാണ്, ഡോക്ടർ അറിഞ്ഞൂടാ, രാവിലെ തൊട്ട് പണി, അടുക്കള കയറുന്നേ നല്ല പണി, ഇതിൽ കൂടുതൽ എന്ത് വ്യായാമോ ചെയ്യേണ്ടത്? പക്ഷെ അത് ശരിയല്ല. അത് ഒന്ന് നമ്മുടെ ശരീരം അതുമായിട്ട് അങ്ങ് യൂസ് ടു ആയി. 2 നമ്മൾ ഈ പറയുന്നതിന്റെ അത്രയും കലോറി അവിടെ ബേൺ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് നമുക്ക് ക്ഷീണം തോന്നുമായി, കാരണം അത്രയും അലച്ചില്, ഭർത്താവിന്റെ സംസാരം, മക്കളുടെ പ്രശ്നം, അവരെ സ്കൂളിൽ വിടുന്ന കാര്യം, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തലവേദന വരുമായിരിക്കും, നമുക്ക് ക്ഷീണം വരുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു എനർജി അവിടെ കത്തുന്നില്ല. കണ്ടോ, ഒരാൾ ഇടിയിട്ടില്ല. കാർഡിയോ വീട്ടിൽ ചെയ്താൽ മാറ്റം ഉണ്ടാവും. പക്ഷെ എത്ര ദിവസം ചെയ്യും? നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ 40 മുതൽ 60 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാനുള്ളൊരു എനിക്ക് ആ കട്ടിയില്ല കേട്ടോ. ഞാൻ ഇന്ന് 2 ദിവസം എക്സസൈസ് ചെയ്താൽ ഞാൻ ചെയ്യൂല, ഞാൻ അതോട് ജിമ്മിൽ തന്നെ ജോയിൻ ചെയ്യും. അപ്പം ആ ഒരു മനസ്സുണ്ട്, ഞാൻ ചെയ്യും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഡയറ്റും എക്സസൈസ് ഏകദേശം കവറായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് സംശയങ്ങൾ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. പിന്നെ മരുന്നുകളിലോട്ട് നമുക്ക് പോവാം. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ ട്രീറ്റ്മെന്റിൽ? അപ്പം നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അയക്ക് കൊടുത്തു, അയാളിപ്പോൾ ഒന്ന് ഉഷാറായി. ഇപ്പം നമുക്കത് മാറ്റണം എന്നുള്ളൊരു തോന്നൽ അയാളിലുണ്ടാക്കി. 2 നമ്മൾ ഡയറ്റും എക്സസൈസും ചെയ്യാൻ തുടങ്ങി. വെയിറ്റ് കുറയ്ക്കാനുള്ള ടാർഗറ്റ് നമ്മൾ കൊടുത്തു. BMI ഒരു 22-ൽ താഴെ അല്ലെങ്കിൽ 23-ൽ താഴെ ആക്കാനുള്ളൊരു ഇത് നമ്മൾ കൊടുത്തു. ഓക്കെ, അത്രയായി. ഇനി നമ്മൾ വേണ്ടത് മരുന്നുകൾ എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ഞാൻ പേഷ്യന്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്, ഞാനൊരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലല്ല സംസാരിക്കുന്നത്. മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വേറെ കുറെ ഇത് കൊടുക്കണം അത് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കുറെ തെറ്റിദ്ധാരണകൾ, ഏറ്റവും ഈ മയോഗെയിൻ അല്ലെങ്കിൽ മയോ അനിസ്റ്റോൾ, ഞാൻ തന്നെ എഴുതുന്ന ഗുളിക മയോഗെയിൻ, അങ്ങനെ കുറെ മയോ വെച്ചിട്ടുള്ള കുറെ ഗുളികൾ നിങ്ങൾ കാണും. PCOD. അപ്പൊ ഇവരെൻ്റെ അടുത്ത് പറയുന്നത്, ഡോക്ടറെ ഞാൻ ഒരു 4 മാസം ഗുളിക കഴിച്ചു, PCOD മാറ്റി. പക്ഷെ അങ്ങനെ മാറത്തില്ല. ഇതൊക്കെ ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഈ മയോഗെയിൻ എന്നൊക്കെ പറഞ്ഞ ഗുളികകൾ, അല്ലെങ്കിൽ മയോ അയനിസ്റ്റോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉള്ള ഗുളികകൾ ചെറിയ രീതിയിൽ PCOD ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. അതിനെക്കാട്ടി ബെറ്റർ ഒരു ഡ്രഗ് മെറ്റ്ഫോമിനാണ്. മെറ്റ്ഫോമിൻ കഴിക്കുന്ന കുറെ പേര് കാണും. മെറ്റ്ഫോമിൻ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. മെറ്റ്ഫോമിൻ ഒരു 30 BMI മുകളിലാണെങ്കിൽ അവർക്ക് കൊടുക്കാം. കാരണം മെറ്റ്ഫോമിൻ എപ്പോഴും ചെയ്യുന്ന വണ്ണം കുറയ്ക്കാൻ വണ്ണം കുറയ്ക്കത്തില്ലെങ്കിലും ആ വണ്ണം ഉള്ളവരിലാണ് മെറ്റ്ഫോമിൻ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മെറ്റ്ഫോമിൻ ഉപയോഗിക്കാം. അത് വേണ്ടത് വേണ്ടാത്ത ആരെന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ മെറ്റ്ഫോമിൻ PCODക്കാർക്ക് എല്ലാവർക്കും കൊടുക്കണോ? വേണ്ട, എന്നാൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് മെറ്റ്ഫോമിൻ കൊടുക്കാം. മറ്റേ ഞാൻ മയോനിസ്റ്റോൾ എന്ന് പറഞ്ഞ ഗുളിക സപ്പോർട്ടിന് വേണമെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ജൈജാന്റിക് മാറ്റങ്ങളൊന്നും എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ OCP. നിങ്ങൾക്ക് പലർക്കും അയ്യോ എന്തോ ഒരു മാറി പ്രഗ്നന്റ് ആയി, കുഞ്ഞിന് ഇപ്പൊ 10 വയസ്സായി, താങ്ക് യു ഡോക്ടർ. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു ജിമ്മിൽ പോകാൻ, ഞാൻ പോയി, എൻ്റെ PCOD മാറി, പ്രഗ്നന്റ് ആയി, കുഞ്ഞിന് ഇപ്പൊ 10 മന്തായി, താങ്ക് യു ഡോക്ടർ. ഇതിൽ കൂടുതൽ എന്താ വേണം? എനിക്ക് ഇന്നത്തേക്കായില്ലേ? അപ്പം PCOD മാറാൻ എക്സസൈസ് പറ്റും എന്നുള്ള രീതിയിൽ കൂടുതൽ ഒരാളിപ്പോൾ പറഞ്ഞേക്കില്ലേ?
അപ്പം താങ്ക് യു, എന്തായാലും ആ പറഞ്ഞതിന് ഭയങ്കര നന്ദി. എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടി കേട്ടോ. കേട്ടായിരുന്നോ? എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു ജിമ്മിൽ പോകാൻ. ഞാൻ പോയി, എൻ്റെ PCOD മാറി, പ്രഗ്നന്റ് ആയി, കുഞ്ഞിനിപ്പോൾ 10 മാസമായി. അപ്പോൾ ഇതൊരു ടെസ്റ്റിമോണി അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ഏക്കും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ സാർ PCOD ഉള്ളവർക്ക് നല്ല വിശപ്പുണ്ടാവും ഉറപ്പായിട്ടും. അതും ഈ പ്രശ്നമുണ്ട്. ഈ PCOD ഉള്ളവർക്ക് ഒന്ന് ഈ വിഷമം, ഈ ഒരു നമ്മുടെ ശരീരം തടിച്ച് ഈ മുഖം, ഈ രോമം, ഇതൊക്കെ കാരണം വിഷമം കാരണം നമ്മൾ ചിലപ്പം കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒന്നും കഴിക്കാതിരിക്കും. അനോറക്സിയ എന്ന് പറയും, മറ്റേ ബുളീമിയ എന്ന് പറയും. ഇത് രണ്ടും ഉണ്ടാവാം. ഇതൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടെ കാരണമായിരിക്കാം. വട്ടം എന്നല്ല ഉദ്ദേശിച്ചത്, മാനസികമായിട്ട് ആ ഒരു വിഷമത്തിൻ്റെയൊക്കെയും കൂടെ ആയിരിക്കാം. അല്ലാതെ തന്നെ നോർമൽ വിശപ്പും ആയിരിക്കാം. അങ്ങനെയുള്ള ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എപ്പോഴും ഫ്രിഡ്ജിൽ കുറച്ച് കുക്കുംബറും ക്യാരറ്റും വെക്കുക, എല്ലാം അരിഞ്ഞടിച്ച് ചുമ്മാ കഴിക്കുക, കുറേ വെള്ളം കൂടെ കുടിക്കുക. വിശപ്പ് മാറാൻ തൽക്കാലം അത് മതിയായിരിക്കും. ശരി, അപ്പം നമ്മളിനി എന്താ പറയാൻ വന്നേ? അയ്യോ, ഡയറ്റും എക്സസൈസായി. നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു, ഏതാ മരുന്നുകളുടെ മെറ്റ്ഫോമിന്റെ കാര്യം പറഞ്ഞു, മയോനിസ്റ്റോൾ പറഞ്ഞു. പിന്നെ ഈ 21 ദിവസത്തെ ഗുളികൾ നമുക്ക് ചിലവർക്ക് കൊടുക്കാറുണ്ടല്ലോ, അതും എഫക്റ്റീവാണ് ഒരു പരിധി വരെ. പ്രത്യേകിച്ചും ചില മരുന്നുകൾ ഈ രോമ വളർച്ച കുറയ്ക്കാൻ സഹായിക്കും. അത് ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ നമ്മൾ ആ 21 ദിവസത്തെ ഗുളിക ചിലപ്പം കൊടുക്കേണ്ടി വരും. അപ്പം അതും കൊടുക്കാം. അപ്പം മരുന്നുകൾ കുറേ ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ 3 മരുന്നുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്തോ എന്ന് പറയാൻ വന്നേ? ശരി, അപ്പം മരുന്നുകളൊക്കെ കൊടുത്തു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയുള്ളവർക്ക് നമ്മൾ എന്താണ്? വന്ധ്യതയുള്ളവർക്ക് മെയിൻ പ്രശ്നം എന്തുവാ? നമ്മൾ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി ഉള്ളവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ ഇവിടെ നടക്കുന്നില്ലല്ലേ? ഓവുലേഷൻ നടക്കാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ്. അപ്പം ഓവുലേഷൻ നടക്കാനുള്ള പല ഗുളികളുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ലെട്രസോൾ എന്നൊക്കെ പറഞ്ഞ ഗുളിക തന്നില്ലേ, അത് ആ ഓവുലേഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗുളികളാണ്. അപ്പം അത് കൊടുത്ത്, അപ്പോൾ അവർക്ക് 21 ദിവസത്തെ ഗുളിക കൊടുത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് ആ മാസം ട്രീറ്റ്മെന്റ് പറ്റുന്നേ ഉള്ളൂ. ചിലവർക്ക് ഞാൻ എന്തോ ചെയ്യാം, 3 മാസമൊക്കെ ചിലപ്പോൾ 21 ദിവസത്തെ ഗുളിക കൊടുത്ത് അവരുടെ PCODയുടെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ പീരീഡ് തെറ്റി വരുന്നവർക്ക് 21 ദിവസം ഇന്നൊന്നും കൂടെ ഞാൻ ഒരാൾക്ക് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് റെഗുലർ ആക്കാം. പിന്നെ അതിനുശേഷം കുട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ആ ലെട്രസോളിൻ്റെ ഗുളിക കഴിക്കാം. അത് PCOD കൊണ്ട് പ്രഗ്നന്റ് ആവാത്തത് മാത്രമാണോ പ്രോബ്ലം? ഡെലിവറി കഴിഞ്ഞ് PCOD ഉണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടോ? ദൈവമേ, കഴിഞ്ഞ ക്ലാസ് മൊത്തം അതല്ലായിരുന്നു. ഇഷ്ടം പോലെ പ്രോബ്ലം ഇല്ലേ? ഡയബറ്റിസ് ഉണ്ടാവാം, ഷുഗർ മീൻസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, ഈവൻ യൂട്രൈൻ ക്യാൻസർ വരെ ഉണ്ടാവുന്നല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് ആ കഴിഞ്ഞ ക്ലാസ് കേട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കേൾക്കണേ, ഇതിൽ തന്നെ കിടപ്പുണ്ട്. ശരി, പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞ്, ശരി, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഗുളിക എടുക്കുന്നു. ചില സമയം ചിലപ്പോൾ അതിൽ തന്നെ നിൽക്കുന്നില്ല, അതിൽ തന്നെ ഇത് ഓവുലേഷൻ നടക്കുന്നില്ലെന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻസ് നമ്മൾ എടുക്കും. ആ മുട്ട വളർത്തും, പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് പൊട്ടും. അപ്പോൾ അതാണ് നമ്മൾ ആ ഓവുലേഷൻ ഇഞ്ചക്ഷൻ അല്ലേ? നമുക്കറിയാമല്ലോ, എൻ്റെ പേഷ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് അറിയാൻ തോന്നുന്നു. അപ്പോൾ അതാണ് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം എക്സസൈസ് ചെയ്യുമോ? അതാണ് ഒരാൾ ചോദിച്ചത്. തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു അബോർഷൻ ഒന്നും ആയി പോകുന്നില്ല. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന അബോർഷൻ ആയി പോകുന്നത്. ചെറിയ രീതിയിലുള്ള വ്യായാമം, ഭയങ്കര തുള്ളലൊന്നും വേണ്ട. നിങ്ങളൊരു ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യും. ജിമ്മിൽ പോയി ചെറിയൊരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കുറച്ച് ചെറിയ രീതിയിലുള്ള സ്പീഡിൽ നടക്കാൻ പോവുക. ഭയങ്കര സ്കിപ്പിങ്ങും അതൊന്നും വേണ്ട, അതങ്ങ് ഒഴിവാക്കിയാൽ മതി. നമുക്കൊരു പേടി വേണ്ട. ഓക്കെ, അപ്പം ജിമ്മിൽ പോവാം, തീർച്ചയായിട്ടും ജിമ്മിൽ പോവാം. ഒരു സംശയം ചോദിച്ചാൽ അതുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതുപോലെ ഫോളോ ചെയ്താൽ ഗർഭാശയ മുഴകൾ മാറും. ഫൈബ്രോയിഡ് അല്ലേ? ഗർഭാശയ മുഴ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് ആണ് അല്ലേ? അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? PCOD ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ടോട്ടലി ഡിഫറെന്റ് ടോപ്പിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഗർഭാശയ മുഴ മാറത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജന്റെ അളവ് കുറയും. ഈസ്ട്രജനാണ് ഈ ഗർഭാശയ മുഴകളെ വളർത്തുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യും, മാറത്തില്ല. ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്യും, മാറത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ മരുന്നുകളുടെ ഇൻഫെർട്ടിലിറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഓവുലേഷൻ നടത്തുക എന്നുള്ളതാണ്. എനിക്കറിയാം ചില പേഷ്യൻസ് ഈവൻ 1 ഇയർ എനിക്ക് 3-4 പേഷ്യൻസ് ഉണ്ട്. 1 വർഷത്തോളം ഞാൻ ഈ ഇഞ്ചക്ഷൻസും ഈ മരുന്നുകളും എല്ലാം ട്രൈ ചെയ്തിട്ടും ഓവുലേഷൻ നടക്കാത്ത പേഷ്യൻസ് ഉണ്ട്. അത്ര സ്ട്രോങ് PCOD വരെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം മെറ്റ്ഫോമിനെ കുറിച്ച് മരുന്നുകളെ ഏകദേശം ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ. ഇനി നമുക്ക് എന്തെങ്കിലും ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എത്ര നേരമായി? ഒരു 40 മിനിറ്റ് ആവാറായില്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചൂടെ? PCOD സംബന്ധമായ സംശയങ്ങൾ ചോദിക്കും, നമുക്ക് ഓരോന്നും നമുക്ക് ആൻസർ ചെയ്യാം. സാർ, പൊട്ടാനും ബോഡിക്ക് സൈഡ് എഫക്റ്റ്
ഞാൻ പറയട്ടെ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പം ചോദിക്കല്ലേ, ഇപ്പം ടൈപ്പ് ചെയ്യല്ലേ, ഞാൻ ഈ പറയട്ടെ. ഈ പൊട്ടാനുള്ള ഇഞ്ചക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ട് പൊട്ടാനുള്ള ഇഞ്ചക്ഷനോ ഈ ഗൊണാഡോട്രോപ്പിൻസിനോ ബോഡിക്ക് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കത്തില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഇഞ്ചക്ഷൻസ്, അതുകൊണ്ട് ഇത്രയും വില. ഇത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ PCOD ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ വിരളമായിട്ട്, അതായത് 0.4% എന്നൊക്കെയാണ് പറയുന്നത്, 1000-4 പേർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം, OHSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 4 മുട്ടകൾ 5 മുട്ടകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓവറി ഭയങ്കര ക്രമാതീതമായിട്ട് കയറി വർക്ക് ചെയ്യുകയും നമ്മുടെ വയറ്റിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക, ശ്വാസകോശത്തിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുക, നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലുണ്ടാവുക, നമുക്ക് വൃക്കയെ ബാധിക്കുക, അങ്ങനെ ഒരു നമ്മുടെ സിസ്റ്റം, നമ്മുടെ ശരീരത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് വളരെ വളരെ അപൂർവമായിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞല്ലോ 1000-4 പേർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ 4 വർഷത്തെ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസിൽ ആകെ ഒരാൾക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഒരാൾക്ക് അഡ്മിഷൻ ആവേണ്ടി വന്നിട്ടുണ്ട്. ആ കുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. പക്ഷെ 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു, കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ 3 ഉണ്ടെങ്കിൽ, ഒരു വർഷം വെച്ചാൽ 3 ഉണ്ടെങ്കിൽ ചിലപ്പോൾ 3 കുട്ടികളുണ്ടാവാം, അതൊരു റിസ്ക് അല്ലേ. പിന്നെ ഈ OHSS ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ ആ സൈക്കിളിൽ നിങ്ങൾ ബന്ധപ്പെടണ്ട, നിങ്ങൾ ഈ മാസം വെറുതെ വിടാം, ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒന്നും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട, സെക്ഷൽ കോൺടാക്റ്റും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കളയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സംശയം ചോദിച്ചോളൂ. സംശയം നമുക്കൊരു 10 മിനിറ്റ്സ് നമുക്ക് സംശയം ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. വരട്ടെ, സംശയങ്ങൾ വരട്ടെ. ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തെങ്കിലും മെച്ചമുണ്ടോ ഈ ക്ലാസ്സിൽ? മെച്ചമുണ്ടോ? അതോ എൻ്റെ ഒരു ഞായറാഴ്ചയാണ് പോകുന്നത്, കാരണം ഇന്ന് പുറത്തു പോകാന്നൊക്കെ വിചാരിച്ചാ, പിന്നെ വേണ്ടെന്ന് വെച്ച്. കഴിഞ്ഞ ആഴ്ച വീട്ടിലായിരുന്നു, നമുക്ക് കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും മെച്ചമുണ്ടോ? PCOD സെയിം ആണ്, രണ്ട് സെയിം ആണ്. അതും കുറെ പേര് ചോദിക്കുന്നതാണ്, സാറേ ഈ PCOD അല്ല PCOS ആണ്, രണ്ട് സെയിം ആണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. എല്ലാ വീക്കും ലൈവ് കാണാം, നമുക്ക് എല്ലാ വീക്കും ലൈവ് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിൽ നിൽക്കുന്നത്, അടിപൊളി ക്ലാസ്. യെസ് സാർ, അപ്പോൾ ഉപയോഗപ്പെട്ട്, സംശയങ്ങളൊന്നുമില്ല. അപ്പം നല്ല ക്ലാസ്സാണ്. അപ്പം നമുക്ക് സംശയമില്ല, നമ്മളെല്ലാം. അപ്പോൾ PCOM എന്നൊരു സ്റ്റേജ്, പോളിസിസ്റ്റിക് ഒവേറിയൻ അറിഞ്ഞുകൂടാ, PCOM ഞാൻ കേട്ടിട്ടില്ല. നല്ല ക്ലാസ്സാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും മാറ്റം വരുത്തണം, ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും. ഡോക്ടർ, എനിക്ക് അബോർഷനായിട്ട് 1 മന്ത് ആകുന്നു, ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നു. അത് നമുക്ക് പറയാമല്ലോ. നമുക്കൊരു ഡയറ്റീഷ്യൻ്റെയും നമ്മളുടെ അത് ഒത്തിരി യൂസ്ഫുൾ ആണ്. അപ്പം ഒരു AMH ക്ലാസ് വെക്കാം തീർച്ചയായിട്ടും. എൻഡോമെട്രിയോസ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നടുവേദന ഉണ്ടാകത്തൊന്നുമില്ല, കൂടെ അത് ചുമ്മാ ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ ഇഞ്ചക്ഷൻ ക്ഷീണമായി, സൂപ്പർ ക്ലാസ്, നല്ല ക്ലാസ്. നടുവേദന ഒന്നും ഉണ്ടാകത്തില്ല. മറ്റേ HCGയുടെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേ, നമ്മുടെ ട്രിഗറിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മനസ്സിലാവുള്ള ക്ലാസ്, മനസ്സിലായി, നല്ല ക്ലാസ് ആയിരുന്നു സാർ. നെക്സ്റ്റ് ടോപ്പിക് അഡിനോമയോസിസ് വേണോ എൻഡോമെട്രിയോസിസ് വേണോ? IUI കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2 വീലർ ട്രാവൽ ചെയ്യുക, IUI കഴിഞ്ഞ 2 വീലർ ട്രാവൽ, എൻഡോമെട്രിയോസ് എടുക്കുക അല്ലേ. നെക്സ്റ്റ് ക്ലാസ് എൻഡോമെട്രിയോസിനെ കുറിച്ചായാലോ? ഇച്ചിരി പാടാണ്, ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. നമുക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. നമുക്ക് എൻഡോമെട്രിയോസിനെ കുറിച്ച് അപ്പോൾ അടുത്ത മാസം എൻഡോമെട്രിയോസ് ആകട്ടെ, ഉറപ്പിച്ചോ? എൻഡോമെട്രിയോസിസ് സൈഡിൽ ആൾക്കാർ പറഞ്ഞേക്കുന്നത് അടുത്ത ഞായറാഴ്ച എനിക്ക് പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ, കാരണം എനിക്കിനി അടുത്ത ഞായറാഴ്ചയും കൂടെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത മാസം മൊത്തം ഭയങ്കര ടൈറ്റാണ്. അപ്പം സൺഡേ തന്നെ ക്ലാസ് മതിയല്ലോ. ഇപ്പം ഞായറാഴ്ച പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും BMI 33 വേറെ ഏതെങ്കിലും ദിവസത്തെ ക്ലാസ് വെക്കണോ? വേറെ ഏതെങ്കിലും, അതോ സൺഡേ തന്നെ വെച്ചാൽ മതിയോ? സൺഡേ ഫ്രീ ആകുമ്പോൾ മാത്രം മതിയോ? IVF ചെയ്താൽ നോർമൽ പ്രഗ്നൻസി ചാൻസ് പറയുന്നില്ല. IVF എപ്പോഴാണ് ചെയ്യുന്നത്? നോർമൽ പ്രഗ്നൻസി ഒരു രീതിയിലും ആവാൻ ഭയങ്കര പാടുള്ളപ്പോഴല്ലേ IVF ചെയ്യുന്നത്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, 2 IVF കഴിഞ്ഞ് നോർമലി പ്രഗ്നൻ്റ് ആയ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിപ്പം ഡെലിവറി കഴിഞ്ഞു. വേറെ ഡേയ്സ് ആയാലും കുഴപ്പമില്ല അല്ലേ. വെരിക്കോസിലൊക്കെ നമുക്ക് ക്ലാസ് വെക്കാം, നൈറ്റ് വെച്ചാൽ മതി, നൈറ്റ് വെക്കാം. BMI 41 സൂക്ഷിക്കണേ. തൂമ്പ എടുത്ത് കിളച്ചാൽ എല്ലാ ദിവസവും കിളയ്ക്കൂ, എന്നാൽ കളിച്ചാൽ മതി. എല്ലാ ദിവസവും 1 മണിക്കൂർ തൂമ്പ എടുത്ത് കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയും. കിളയ്ക്കണം. ഓക്കെ,
സൺഡേ കറങ്ങാനൊക്കെ പോയിട്ട് വേറെ ദിവസം മതി. അപ്പൊ നമുക്ക് വേറെ ദിവസം കറങ്ങാനൊന്നും അല്ല, സൺഡേ നോക്കട്ടെ, നമുക്ക് വേറൊരു ദിവസം വെക്കാം. പിന്നെ അപ്പൊ എൻഡോമെട്രിയോസ് ആണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് എൻഡോമെട്രിയോസിസ് ക്ലാസ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ആ ഇൻഫെർട്ടിലിറ്റി, ഇപ്പൊ നമ്മുടെ എന്റെ പേഷ്യൻസിന് അറിയാലോ, നമ്മൾ ആ ഡയറ്റീഷ്യന്റെയും നമ്മുടെ ജിം ട്രെയിനറിന്റെയും ഇത് ഉണ്ട്. നമ്മളത് പറഞ്ഞല്ലോ, അതിന് എത്രയാണെന്നല്ല നമ്മൾ ഇതിൽ പറഞ്ഞായിരുന്നു. 300 rupees ആണ് പെർ മന്ത്. അതായത് പുള്ളിക്കാരുടെ സേവനങ്ങളെല്ലാം പറഞ്ഞു. 300 ഒരു വലിയ തുകയല്ലല്ലോ. ഒരു ഡയറ്റീഷ്യനെയും കിട്ടുന്നുണ്ട്, ജിം ട്രെയിനറിനെയും കിട്ടുന്നുണ്ട്. ഇത് അപ്പോഴത്തേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നവർ ഉപയോഗപ്പെടുത്തുക. അത് എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. നല്ല രണ്ടുപേരെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മന്ത് തുടക്കമാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വിജയിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമില്ലേ. അപ്പം അതും ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പം നമുക്ക് നിർത്തിയാലോ. 76 kg ഉണ്ടായിരുന്നു, ഇപ്പോൾ ജിമ്മിൽ പോയി 50 kg. ഇനി ജിമ്മിൽ പോകണോ? PCOD ഉണ്ട്. 50 kg മാർവലസ് ആണ്, അടിപൊളി, അങ്ങനെ തന്നെ വേണം. പക്ഷെ ജിമ്മ് കണ്ടിന്യൂ ചെയ്യുക. അത് മറ്റേ താനൊരു 80 വയസ്സാകുന്ന വരെ ജിം കണ്ടിന്യൂ ചെയ്യണേ. ജിം എന്തുവാ, നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതല്ലേ, അല്ലാതെ ഒന്നും അല്ലല്ലോ. ഹെൽത്തി ആയിട്ടിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്യണം. അത് എത്ര പ്രായമായാലും കണ്ടിന്യൂ ചെയ്യണം. സർ, PCOD സ്കാനിങ്ങിൽ ഉണ്ട്, ബട്ട് അണ്ടർ വെയിറ്റ് ആണ്. എല്ലാ മാസവും പീരീഡ്സ് ആകുന്നുണ്ട്. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അണ്ടർ വെയിറ്റ് ആണ്, PCOD സ്കാനിങ്ങിലുണ്ട്, മെൻസസ് റെഗുലർ ആണ്, രോമവാർച്ച ഉണ്ടോ എന്ന് നോക്കുക. രോമവാർച്ച ഇല്ലെങ്കിൽ ജസ്റ്റ് അത് PCOD അല്ല. കാരണം ഒരു സാധനം മാത്രമേ ഉള്ളൂ, സ്കാനിൽ PCOD ഉള്ളൂ. പക്ഷെ രോമവാർച്ച ഇല്ല, PCOD കത്താം, അപ്പൊ അതൊരു PCOD അല്ല. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ ശരി. അപ്പം നമ്മൾ ശരി, ബൈ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം. എൻഡോമെട്രിയോസ് ആയിരിക്കും നെക്സ്റ്റ് വീക്കിലെ ക്ലാസ്. ബൈ ബൈ.